വന്നത്. മേലുവിള പഞ്ചായത്തിൽ എവിടെ വന്ന് ചോദിച്ചാലും പുഷ്പവല്ലിയെ കുറിച്ച് പറഞ്ഞുതരും. അത്രയ്ക്ക് ഫേമസ് അല്ലേ പുഷ്പവല്ലി? അമ്പലത്തിൽ ഉത്സവം വന്നാൽ പുഷ്പവല്ലി, പള്ളിയിൽ പെരുന്നാൾ വന്നാൽ പുഷ്പവല്ലി. ഇലക്ഷൻ, ഓണം, വിഷു, റംസാൻ ആഘോഷം ഏതായിരുന്നാലും ഗാനമേള പുഷ്പവല്ലിയുടേത് തന്നെ. പത്ത് വയസ്സ് മുതൽ അവള് ജയദേവന്റെ സീരിയൽ കണ്ടു തുടങ്ങിയതാ. ഒരൊറ്റയാണ് വിടില്ല ഇപ്പോഴും. അതിലെ നടീനടന്മാരെയും എഴുതുന്ന ജയദേവനും അവർക്ക് ജീവന്റെ ജീവനാ. ഇപ്പോഴവക്ക് വിവാഹപ്രായമായി. ആലോചനകൾ വന്നു തുടങ്ങിയപ്പോൾ അവള് പറയുവാ, എനിക്ക് ഈ ജന്മം ഒരു കല്യാണം ഉണ്ടെങ്കിൽ വരൻ ജയദേവൻ ചുങ്കത്ര തന്നെയായിരിക്കും. നടക്കില്ല, നടക്കില്ല എന്ന് പറഞ്ഞ നടക്കില്ല. ഈ ജന്മത്തെ ഞാൻ വിവാഹം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് പോവാം. അപ്പൊ പുഷ്പവല്ലി ജയേട്ട സമ്മതിച്ച മാമ? നീ അത് പ്രതീക്ഷിക്കണ്ട മോളെ, നടക്കില്ല. നടക്കില്ല എന്ന് പറഞ്ഞ നടക്കില്ല. ജയേട്ടൻ എന്നെ വേണ്ടല്ലേ? മക്കളെ, പുഷ്പവല്ലി കണ്ണു തുറന്നു. അവൾ ആദ്യം ചോദിച്ചത് ജയദേവനെയാ. അല്ല പുഷ്പവല്ലി, ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം. പോയാ പുഷ്പവല്ലി, എന്താ ചേട്ടാ, ചേട്ടനെ ആദ്യമായിട്ട് കാണുമ്പോ കാലേ തൊട്ട് നമസ്കരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ചന്തിക്ക് വയ്യാത്തോണ്ടാണേ. എന്തോ ചന്തി ഫാൻ ചതിച്ചതാ. ഇത് വേദനയാ എന്റെ ദൈവമേ. പുഷ്പവല്ലി, ഞാൻ എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഏത് ദിവസാന്ന് അറിയോ ചേട്ടന്? അച്ഛൻ മരിച്ചപ്പോഴാ? നോ, ജൂൺ 12-ന്. കല്യാണമേ വേണ്ടെന്ന് ചേട്ടൻ TV പറഞ്ഞില്ലേ അന്ന്. 3 ദിവസം ഞാൻ പട്ടിണി കിടന്നു അറിയോ? 3 days. പുഷ്പവല്ലി, 2010 സെപ്റ്റംബർ 5-ാം തീയതി ഓണത്തിന്റെ തലേ ദിവസം ചേട്ടൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നില്ലേ? അതില് പറഞ്ഞില്ലേ ഇഷ്ടനിറം ബ്ലൂ ആന്ന്. പിന്നെ എല്ലാ ഡ്രസ് എടുത്തതും ബ്ലൂ ആ. ഞാൻ കെട്ടി തൂങ്ങിയ സാരിയും ബ്ലൂ ആയിരുന്നു. ഇവിടെ വന്നപ്പോ ഇതിന്റെ കളറും ബ്ലൂ. പുഷ്പവല്ലി, കഴിഞ്ഞ ക്രിസ്മസിന് ചേട്ടൻ ഒരു ഇന്റർവ്യൂല് TV-യിൽ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം മാമ്പഴപ്പുളിശ്ശേരി വരാല് ഫ്രൈ ആണെന്ന്. അതിനുശേഷം ചന്ദ്രാപ്പിനിയിലുള്ള എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് 3 ആഴ്ച എടുത്താ ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ ബെസ്റ്റ് ആയിട്ട് വെക്കും മാമ്പഴപ്പുളിശ്ശേരി. ചേട്ടാ, ഈ ഫാൻ നല്ല കെട്ടുറപ്പുള്ളതാണോ? ഫാനല്ലേ, നല്ല ഉറപ്പുണ്ടാവും. ചേട്ടൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞാ ഈ ഉറപ്പുള്ള ഫാനിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. നോക്കിക്കോ. എന്നിട്ട് മന്ത്രകോടി സീരിയലിലെ രശ്മി സോമൻ പറഞ്ഞ പോലെ കാറ്റായും മഴയായും വേലായും ഒക്കെ ഞാൻ ചേട്ടനെ തഴുകി